പത്തനാപുരം നിയോജക മണ്ഡലം, ആ മണ്ഡലത്തിൻ്റെ ഓരോ വർഷവും കഴിയുമ്പോഴും ഓരോ ടേം കഴിയുമ്പോഴും അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കിയിട്ടാണ് അവിടുത്തെ സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള KB ഗണേഷ് കുമാർ, ഇടതുമുന്നണിയുടെ സാരഥി. അദ്ദേഹം ഇപ്പോൾ കല്ലടയാറിന് കുറുകെ ഏതാണ്ട് 10ഓളം പാലങ്ങൾ എന്ന് പറയുന്ന, അതായത് ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു പട്ടണത്തെ രണ്ടായി കുറുകെ മുറിച്ചിരുന്ന ആ കല്ലടയാറിനെ ഇപ്പോൾ പരസ്പരം ആ നാടിനെ ബന്ധിപ്പിക്കുന്ന, ഹൃദയധമനികളെ ബന്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്റ്റെൻഡ് ഇട്ടുകൊണ്ട്, അക്ഷരാർത്ഥത്തിൽ ഒരു സ്റ്റെൻഡ് ഇട്ട് നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗതാഗതത്തിന് വഴി തുറന്നു കൊടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട MLA. പ്രതീക്ഷകൾ എത്രത്തോളമാണ്? വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധിയെടുത്ത് എനിക്ക് ജനങ്ങളിൽ നിന്നും രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാ മറ്റ് ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു വലിയ വിജയം ലഭിക്കും. കാരണം ഏറ്റവും കൂടുതൽ മതേതരത്വം നിലനിർത്തുന്ന ഒരു പ്രദേശമാണ് പത്തനാപുരം. മതസ്പർദ്ധ എന്നൊരു കാര്യം ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ മാത്രമല്ല, എല്ലാവരും നല്ല നിലവാരമുള്ള ജീവിതം പുലർത്താൻ അവസരം ഉണ്ടാക്കണം. നല്ല റോഡുകൾ, കുടിക്കാൻ എല്ലാവർക്കും ശുദ്ധജലം, അങ്ങനെ എല്ലാവർക്കും വൈദ്യുതി. അപ്പോൾ എല്ലാവരും സോഷ്യലിസമാണ്, എല്ലാവരും ഒരുപോലെ ജീവിക്കണം. ഏറ്റവും പാവപ്പെട്ടവരും എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ ആഡംബരത്തോടുകൂടി ജീവിക്കുന്ന ഒരു ഗ്രാമം, ഒരു നഗരത്തിൽ ലഭിക്കുന്ന എല്ലാ സൗകര്യവും ലഭിക്കുന്ന ഒരു ഗ്രാമമാണ് പത്തനാപുരം എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയും. എല്ലാ രംഗത്തും പത്തനാപുരത്ത് വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പത്തനാപുരം സ്വന്തമായി ലിഫ്റ്റും എസ്കലേറ്ററും ഒക്കെ ഉള്ളൊരു ഷോപ്പിംഗ് മാളടക്കം സ്വന്തമായുള്ള ഒരു വലിയ നഗരത്തിന് തുല്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. അപ്പോൾ പത്തനാപുരം നിയോജകമണ്ഡലത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അറിയാം, നല്ല റോഡുകൾ, നല്ല സൗകര്യങ്ങളോട് ഏത് ചെറിയ വഴികളിൽ കൂടെ പോകുമ്പോഴും നല്ല വികസിതമായ സാഹചര്യം കാണാൻ പറ്റും. എന്നാൽ ഒരു നഗരവൽക്കരണം ഇല്ലാതാനും. പക്ഷേ ആ ഒരു മാത്രമല്ല, ജനങ്ങൾ തമ്മിൽ പരസ്പരം വളരെ സ്നേഹത്തോടെ ജീവിക്കുകയാണ്. കാരണം ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ, ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളൊക്കെ വളരെ കുറവുള്ള സ്ഥലമാണ്. പിന്നെ സ്ത്രീകളും കുഞ്ഞുങ്ങളും വളരെ സുരക്ഷിതരാണ്. സ്ത്രീകളും കുഞ്ഞുങ്ങളും ഏത് പാതിരാത്രിയിലും ഏത് വാഹനത്തിൽ രാത്രി വന്നിറങ്ങിയാലും അവർ സുരക്ഷിതമായി അവരുടെ വീട്ടിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോയാൽ, നമ്മുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോയാൽ തിരിച്ച് സുരക്ഷിതരായി എത്തുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലമായി പത്തനാപുരം മാറ്റാൻ കഴിയും. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാമുദായിക സ്പർദ്ധ വർദ്ധിപ്പിക്കുക, അങ്ങനെ പലതും UDFും NDA ഒക്കെ ചെയ്യുന്നു എന്നാണ് ഇടതുമുന്നണി തന്നെ പറയുന്നത്. അത് ഈ ഇലക്ഷൻ വരുമ്പോൾ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ജാതിയും മതമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പത്തനാപുരത്തെ ജനങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. ഇത്തരം പ്രചരണങ്ങൾ കണ്ടാൽ അത് ഇങ്ങനെ കണ്ടിട്ട് കളയാനുള്ള ഒരു ബുദ്ധിയും വിവേകവും ഉള്ളവരാണ് പത്തനാപുരത്ത് ജനങ്ങൾ. ഇതൊക്കെ എന്തിനാണ് ഇലക്ഷൻ? ഇത്രയും നാൾ ഒരാൾക്കില്ലാത്ത ജാതി, അയാൾക്കില്ലാത്ത മതം, അയാൾക്കില്ലാത്ത അങ്ങനെ ഇതൊക്കെ പറയുന്നത് ഈ ഇലക്ഷന് വേണ്ടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള വലിയ ബുദ്ധിയുള്ളവരാണ് ജനങ്ങൾ. അതിവിടെ മാത്രമല്ല, കേരളത്തിലെമ്പാടും ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നടത്തുന്ന കള്ളപ്രചരണങ്ങളിലെ സത്യമെന്താണ് കള്ളമെന്താണെന്ന് തിരിച്ചറിയാനുള്ള നല്ല ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. പൊതുജനം കഴുതയല്ല എന്ന് ആദ്യം അടിച്ചിറക്കുന്നവന്മാരാലോചിക്കണം. നന്മയുടെ കൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ എന്നും. അത് ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായത് ആ സർക്കാരിൻ്റെ കഴിവുകൾ, ആ കഴിവുകൾ ഉപയോഗിച്ചുള്ള നന്മ, ജനങ്ങൾക്ക് ലഭിച്ച നന്മ, അതാണ് രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായത്. മൂന്നാം LDF സർക്കാർ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത് ഈ വിലയിരുത്തുക എന്താണ്? ഈ രണ്ടാം സർക്കാരിൻ്റെ നന്മ, ആ ചെയ്തിട്ടുള്ള നന്മകളും വയനാട്ടിലെ ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ. ഞാനിപ്പോൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ ഏതാണ്ട് 1500-ലധികം കുഞ്ഞുങ്ങൾ ഇന്ന് ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്നുണ്ട്. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ അവർക്ക് 25 ലക്ഷം രൂപ വെച്ച് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട്, അതും അവർ പഠിക്കുന്ന തല്ലിപ്പൊളി യൂണിവേഴ്സിറ്റിയിലൊന്നും അല്ല, കാരണം ലോക റാങ്കിങ്ങിൽ 500 റാങ്കിനുള്ളിൽ വരുന്നിടത്ത് അഡ്മിഷൻ കിട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ പണം കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വിദേശത്ത് പോയി പഠിച്ച് അവിടെ നാസ പോലുള്ള ഏജൻസികളിലൊക്കെ ജോലി ചെയ്ത് വളരാനുള്ള അവസരമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സർക്കാർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതൊരു മികച്ച നേട്ടമാണ്. നമ്മളിപ്പോൾ ഇവിടെ പിന്നെ SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണമുണ്ട്, PSCയിൽ ജോലി കിട്ടും, ഇതൊക്കെ ശരിയാണ്. അതിനുപരിയായി ഇവരെ ലോകത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്ത ഒരു സർക്കാരാണ് LDF സർക്കാർ. അപ്പം അത് മനുഷ്യൻ നന്ദിയോടെ തന്നെ ഓർക്കും. അല്ലാതെ പറയുന്ന നന്മ ചെയ്യുന്നവർ വിജയിക്കണം എന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങളെ ഞങ്ങൾക്ക് മന്ത്രിയെ ജയിപ്പിക്കണം എന്ന് സാറിനെ, ഗണേഷ് സാറിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ആ ഒരു ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. അല്ല, അതെ ഉറപ്പായിട്ടും മുമ്പ് ഭൂരിപക്ഷത്തിൽ തന്നെ സാറ് ജയിക്കും. ഇപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ വന്ന സമയം മുതൽ ഈ ജനങ്ങൾ മുഴുവനും, സാധാരണ ഈ ഗണേഷ് കുമാർ ഈ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സമയത്തിന് വരണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. കാണാൻ കാത്തിരിക്കുക, എല്ലാവർക്കും കാണണം. എപ്പോഴും കാണുമ്പോഴും എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അതെ, എൻ്റെ പാർട്ടിയുടെ ഹൈക്കമാൻഡും പോളിറ്റ് ബ്യൂറോ ഒക്കെ ഞാൻ തന്നെ രാവിലെ ഇതെല്ലാം ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്.
അതാണ് എൻ്റെ പ്രയാസം. മറ്റുള്ളവർ സ്ഥാനാർത്ഥി ഇങ്ങനെ വന്ന് നിന്നാൽ മതി, പാർട്ടിക്കാർ നോക്കിക്കോളും. നമ്മൾ ഇവരിതെല്ലാം സംഘടിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പോളിറ്റ് ബ്യൂറോയും ഇതിൻ്റെ എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്ന ചുമതലയുണ്ട്. അതുകൊണ്ട് അല്പം വൈകുന്നത് അവർക്കറിയാം, ഒരല്പം വൈകും. അതാണ് ഇതൊക്കെ ആണെങ്കിലും അതാ ഞാൻ നേരത്തെ പറയാൻ വന്നത്, എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി ഒന്ന് കാണാൻ കാത്തു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടു, എല്ലാവർക്കും സമാധാനമായി. ഇവിടെ സംഘാടകർ ഈ സ്വീകരണം പറയുന്നതിന് മുമ്പ് തന്നെ അവർ മാലയിട്ട് സ്വീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതാണ് ഒരു ജനപിന്തുണ എന്ന് പറയുന്നത്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം പത്തനാപുരത്ത് നിന്ന് രാജ്കുമാർ.